കാന്തി കൈവീശി മഹാദേവന്റെ കരണം അടിച്ചു പൊളിച്ചതും പ്രതീക്ഷിക്കാതെയുള്ള അടിയായതിനാൽ മഹാദേവൻ ആദ്യമൊന്ന് ഞെട്ടി. കൈ തളർത്തിപ്പിടിച്ച് വീശിയുള്ള അടിയായതിനാൽ അവന്റെ കവിൾ നല്ലതുപോലെ വേദനിച്ചു. ആ വേദനയിൽ അവന്റെ ചെകുത്താൻ ഉണർന്നു. അതിന്റെ ഫലമായി കയ്യിലുള്ള രക്തയോട്ടം കൂടി. കണ്ണുകളിൽ ചുവപ്പ് രാശി പടർന്നു. നിമിഷ നേരം കൊണ്ട് തന്നെ അവന്റെ കൈ വായുവിലുയർന്നു. കൈ വീശി കാന്തിയുടെ മുഖത്തിന്റെ അടുത്തേക്ക് എത്തിയതും പെട്ടെന്ന് എന്തോ ഒരു തോന്നലിൽ അവൻ കൈ പിൻവലിച്ചു. അപ്പോഴും അവന്റെ മനസ്സിലെ ദേഷ്യം തീർന്നിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലെ ദേഷ്യം തീർക്കാൻ എന്ന പോലെ അവന്റെ കൈകൾ ഭിത്തിയിൽ ചെന്ന് ആഞ്ഞടിച്ചു. പിന്നെയും പിന്നെയും അവൻ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. അവന്റെ ശക്തിയേറിയ ഇടിയുടെ ഫലമായി മഹാദേവന്റെ കൈ മുറിഞ്ഞ് ചോര ഒഴുകാൻ തുടങ്ങി. കണ്ടു നിന്നവരെല്ലാം ഒരു നിമിഷം നിശ്ചലരായി. മോനെ, എന്താ ഇത് എന്ന് പറഞ്ഞ് പ്രിയദർശൻ ഭിത്തിയിൽ ആഞ്ഞടിക്കുന്ന അവന്റെ കയ്യിൽ പിടിച്ചു. നീ സ്വയം നിന്നെ പീഡിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. നിന്റെ കരണം അടിച്ചു പൊളിച്ച അവളുടെ കഴുത്തറുത്ത് കൊല്ലുകയാണ് വേണ്ടത്. വർദ്ധിച്ച ദേഷ്യത്തോടെ പ്രിയദർശൻ പറഞ്ഞു. എടി പന്ന മോളെ, എന്റെ അനിയന്റെ നേരെ നിന്റെ കൈ ഉയർന്നോ എന്ന് പറഞ്ഞ് കാന്തിയെ അടിക്കാനായി ഓങ്ങി സുദർശൻ. അപ്പോൾ തന്നെ സുദർശനെ തടഞ്ഞുകൊണ്ട് മഹാദേവൻ ആ കയ്യിൽ കയറി പിടിച്ചു. അരുത് എന്ന രീതിയിൽ തലയാട്ടി. ഇവൾ അടിച്ചത് എന്നെയല്ലേ ഏട്ടാ, അത് തിരിച്ചു കൊടുക്കാനും എനിക്കറിയാം. പിന്നെ എത്ര ശത്രുവാണെങ്കിലും ഞാൻ താലി കെട്ടിയ പെണ്ണാണിവൾ. എന്റെ താലി ഇവളുടെ കഴുത്തിലുള്ളിടത്തോളം കാലം ഇവളെ തല്ലാനും കൊല്ലാനുമുള്ള അവകാശം എനിക്ക് മാത്രമാണുള്ളത്. സുദർശന്റെ കൈ തടഞ്ഞുകൊണ്ട് മഹാദേവൻ പറഞ്ഞു. ഈ സമയമൊക്കെ കണ്ണിൽ അഗ്നി ആളി കത്തിക്കൊണ്ട് കലി തുള്ളി നിൽക്കുകയാണ് കാന്തി അപ്പോൾ അവിടെ. ഏട്ടാ, ഇവളെയാണോ ഏട്ടൻ ഭാര്യയായി കാണുന്നത്? ചുട്ടരിച്ചു കൊല്ലണം ഏട്ടാ ഇവളെ. ഇവളുടെ ഈ ശരീരം പച്ചയ്ക്ക് കത്തിക്കണം എന്ന് പറഞ്ഞ് കയർത്തുകൊണ്ട് വേണി കാന്തിക്ക് നേരെ പാഞ്ഞു വന്നു. അവൾ അടുത്തെത്തിയതും കാന്തി രണ്ട് കൈകൾ കൊണ്ടും വേണിയുടെ കഴുത്തിൽ മുറുക്കി പിടിച്ചു. അവളുടെ നഖം വേണിയുടെ കഴുത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. കൊല്ലും ഞാൻ നിന്നെ. എന്റെ അച്ഛന്റെ സ്വപ്നങ്ങൾ മുഴുവൻ തകർത്തവളാണ് നീ എന്ന് പറഞ്ഞ് കാന്തി അവളുടെ കഴുത്തിൽ കൈകൾ മുറുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും മഹാദേവൻ കാന്തിയെ പിടിച്ചു മാറ്റി. വിടടാ എന്നെ. ഈ പട്ടിപ്പെണ്ണിന്റെ ആങ്ങളയല്ലേ നീ? നിന്റെ കയ്യിലും ആ ചെറ്റത്തരമുണ്ട്. ഈ പാമ്പുങ്ങൾ തറവാട് ചുട്ടിരിക്കും ഞാൻ. വർദ്ധിച്ച ദേഷ്യത്തോടെ അലറിക്കൊണ്ട് കാന്തി പറഞ്ഞു. എടി അടങ്ങടി പെണ്ണെ, അവൾ ചുട്ടരിക്കും പോലും. ഈ പെണ്ണിന്റെ വെളിവെല്ലാം പോയെന്നാ തോന്നുന്നത്. ദേ, പാമ്പുങ്ങൾ തറവാടാണ്. ഞങ്ങളെല്ലാം അത്യാവശ്യം വിഷമുള്ളവരാണ്. അങ്ങ് ആഞ്ഞു കൊത്തിയാലുണ്ടല്ലോ നിന്റെ കുടുംബം മുഴുവൻ ചോര ഛർദിച്ചു മരിക്കും. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് നിന്റെ വീട്ടിലെ കാറ് നിന്ന് കത്തിയത് നീ ഓർക്കുന്നില്ലേ? അത് ഒരു തുടക്കം മാത്രമാണ്. ഇനി കത്തും. നിന്റെ കുടുംബം മുഴുവൻ നിന്ന് കത്തും. അതിൽ നിന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഉണ്ടാകും. പ്രിയദർശൻ അവൾക്ക് നേരെ കയർത്തുകൊണ്ട് പറഞ്ഞു. എന്റെ കുടുംബത്തെ മുഴുവൻ കൗളിപ്പിച്ച് ആൾമാറാട്ടം നടത്തി എന്നെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ നിങ്ങളുടെ ഈ മകന്റെ ജീവിതം ഇനി ഇരുമ്പഴിക്കുള്ളിലാണ്. ഞാൻ ഇന്ന് തന്നെ അതിനു വേണ്ട നിയമ നടപടികൾ ചെയ്യും എന്ന് പറഞ്ഞ് അവൾ ഫോൺ ഓണാക്കി ആരെയോ വിളിക്കാൻ ശ്രമിച്ചതും പ്രിയദർശൻ അവളുടെ ഫോൺ തട്ടിത്തെറിപ്പിച്ചു. അപ്പോഴേക്കും ഗാർഡ്സ് എന്ന് തോന്നിപ്പിക്കുന്ന രണ്ടുപേർ ഓടി വന്നു. അവർ രണ്ടുപേരും കാന്തിയുടെ ഇരു കൈകളിലുമായി പിടിച്ചു. അവൾ കുതറിയോടാൻ ശ്രമിച്ചെങ്കിലും അവർ രണ്ടുപേരും കൂടി അവളെ അടുത്ത ഒരു മുറിയിലേക്ക് ബലമായി കൊണ്ടുപോയി. പള്ളി വാതിലടച്ച് കുറ്റിയിട്ടു. കാന്തി ആ ഡോറിൽ ഒരുപാട് തവണ തട്ടിയെങ്കിലും ആരും തുറന്നില്ല. അത്ര സമയവും അടക്കി വെച്ച അവളുടെ സങ്കടം അപ്പോൾ മുതൽ പെയ്യാൻ തുടങ്ങി. ഞാൻ ചതിക്കപ്പെട്ടിരിക്കുന്നു. പ്രാണനെ പോലെ സ്നേഹിച്ച തന്റെ നല്ല പാതി തന്റെ കുടുംബശത്രുവിന്റെ മകനാണ്. ഈ ഒരു മാസം കൊണ്ട് ഞാൻ നിങ്ങളെ അത്രമേൽ സ്നേഹിച്ചു പോയല്ലോ മഹിയേട്ട. നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ എന്നൊക്കെ ചിന്തിച്ച് അവൾ ആർത്തു കരഞ്ഞു. ഇതേ സമയം മുറിവേറ്റ തന്റെ കയ്യിൽ കോട്ടൺ വെച്ച് കെട്ടുകയാണ് മഹാദേവൻ. ഒരു മാസം ഒരുമിച്ച് കഴിഞ്ഞിട്ടും അവൾക്ക് നിന്നോട് വലിയ സ്നേഹമൊന്നും ഇല്ലല്ലോ മോനെ. നീ അവളെ ചതിക്കുകയാണ് എന്ന് അറിയുമ്പോൾ അവൾ ഇവിടെ നെഞ്ചു തല്ലി കരയും എന്നാണ് ഞാൻ കരുതിയത്. സാധാരണ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്, പ്രിയദർശൻ നിരാശയോടെ പറഞ്ഞു. അതൊക്കെ പണ്ടത്തെ പെണ്ണുങ്ങൾ. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് നല്ല സാമർഥ്യമുണ്ട്. ഒരു ശത്രുവിന്റെ മകനാണ് ഇവനെന്ന് മനസ്സിലാക്കിയ നിമിഷം മുതൽ അവൾ ഇവനെ വെറുത്തു കാണും. അല്ലാതെ എനിക്കൊരു ജീവിതം തരണമേ എന്ന് പറഞ്ഞ് ഇവന്റെ കാല് പിടിച്ച് കരയാൻ കുലസ്ത്രീ ഒന്നുമല്ല അവൾ. നിങ്ങളുടെ മണ്ടൻ ബുദ്ധി കാരണമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സത്യത്തിൽ നിങ്ങൾക്ക് ഭ്രാന്താണ്. നിങ്ങളുടെ ഭ്രാന്ത് കാരണം ഇപ്പോൾ എന്റെ മോന്റെ ജീവിതം നശിച്ചില്ലേ? രാജി പ്രിയന് നേരെ കയർത്തുകൊണ്ട് പറഞ്ഞു. എടി പന്ന മോളെ, ആർക്കാടി ഭ്രാന്ത്? നീ എന്തിനാണ് അവളുടെ ഭാഗം സംസാരിക്കുന്നത്? നീയാണോ അവളുടെ തള്ള? ഈ പാമ്പുങ്ങൾ തറവാട്ടിൽ ജീവിക്കുമ്പോൾ ഇവിടെയുള്ളവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം.
എന്ന് പറഞ്ഞ് പ്രിയൻ രാജിയുടെ മുഖം അടിച്ചു പൊട്ടിച്ചു. വേദന സഹിക്കാൻ പറ്റാതെ രാജി ഒരു കൈ കൊണ്ട് മുഖം മറിച്ചു പിടിച്ചു. ഛേ, എന്താ അച്ഛ ഇത്? എന്ത് കാര്യത്തിനാ അച്ഛൻ ഇപ്പോൾ അമ്മയെ അടിച്ചത്? അതിനു മാത്രം എന്റെ അമ്മ എന്ത് തെറ്റ് ചെയ്തു? രാജിയെ അടിക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യത്തിൽ മഹാദേവൻ പ്രിയദർശനോട് കയർത്തുകൊണ്ട് പറഞ്ഞു. ആഹാ, ആരാ ഈ പറയുന്നേ? ഭാര്യയുടെ അടിയും കൊണ്ട് സ്വന്തം കൈ ഭിത്തിയിൽ അടിച്ച് പൊട്ടിച്ച് ചോര ഒലിപ്പിച്ച് നിൽക്കുന്നവനാ എന്നെ ഉപദേശിക്കാൻ വരുന്നത്. എടാ പൊന്നുമോനെ, നിന്റെ ഭാര്യയുടെ തല്ല് നീ നിന്ന് കൊണ്ടപ്പോൾ ഞാൻ എന്തെങ്കിലും തടസ്സം നിന്നോ? അതുപോലെ ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള ഒരു പ്രശ്നത്തിലും നീ ഇടപെടണ്ട. ഞാൻ എന്റെ ഭാര്യയെ തല്ലും അല്ലെങ്കിൽ കൊല്ലും. പ്രിയദർശൻ മഹാദേവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അതിനു മറുപടിയായി മഹാദേവൻ എന്തെങ്കിലും പറയും മുമ്പേ അവന്റെ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി. ഗോപാലകൃഷ്ണൻ കോളിംഗ്. ആ പേര് കണ്ടതും ആദ്യം അവന്റെ മുഖം ഒന്ന് വലിഞ്ഞു മുറുകി. പിന്നീട് ശ്വാസം ഒന്ന് വലിച്ചു വിട്ടതിന് ശേഷം അവൻ ഫോൺ എടുത്തു. ആ, എന്താ അച്ഛാ? കാന്തിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ മോനെ. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നേ, ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അത് പിന്നെ അച്ഛാ, അവളുടെ ഫോൺ ഒന്ന് താഴെ വീണു. ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. സാരമില്ല, ഞാൻ എന്റെ ഫോണിൽ നിന്നും അവളോട് അങ്ങോട്ട് വിളിക്കാൻ പറയാം. അവൾ ഇപ്പോൾ ബാത്റൂമിലാണെന്ന് തോന്നുന്നു. ശരി മോനെ, സൗകര്യം പോലെ വിളിച്ചാൽ മതി. പെട്ടെന്ന് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് അറിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയാൻ ഞാൻ നിന്നെ വിളിച്ചതാണ്. അതൊക്കെ പോട്ടെ, യാത്രയൊക്കെ സുഖമായിരുന്നോ മോനെ? അതെ അച്ഛാ, യാത്രയൊക്കെ സുഖമായിരുന്നു. അടുക്കള കാണൽ എന്നൊരു ചടങ്ങുണ്ടല്ലോ മോനെ. അതിനായി ഞങ്ങൾ അടുത്ത ആഴ്ച അങ്ങോട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് ഒരു ദിവസം വിരുന്നിന് വരണം, ഗോപാലകൃഷ്ണൻ സന്തോഷത്തോടെ പറഞ്ഞു. അതൊക്കെ തീരുമാനിക്കാൻ ഇനി നമുക്ക് സമയമുണ്ടല്ലോ അച്ഛാ. ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. അച്ഛാ അച്ഛാ, കേട്ടില്ലേടി രാജി? നമ്മുടെ രണ്ടാമത്തെ പുത്രൻ കുടുംബശത്രുവിനെ കയറി അച്ഛാ അച്ഛാ എന്ന് വിളിക്കുന്നത്. ആകെ 4, 3, 7 വാക്കല്ലേ നീ അയാളോട് സംസാരിച്ചുള്ളൂ. അതിന്റെ ഇടയ്ക്ക് നീ എത്ര പ്രാവശ്യം അച്ഛാ എന്ന് വിളിച്ചടാ? വാക്കിലൊക്കെ തേനും പാലും ഒഴുകുന്നുണ്ടല്ലോ. മഹാദേവനെ നോക്കി അമർത്തി മൂളിക്കൊണ്ട് അയാൾ പറഞ്ഞു. അത് പിന്നെ അച്ഛാ, എന്റെ സംസാരത്തിൽ സംശയമൊന്നും തോന്നാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അല്പം സ്നേഹത്തോടെ സംസാരിച്ചു എന്ന് മാത്രം. ഇവരുടെ ഈ സംസാരം ഇഷ്ടപ്പെടാതെ രാജി നീരസത്തോടെ അവിടെ നിന്നും പോയി. എടാ മോനെ, നിന്റെ അമ്മയെ കൊണ്ട് ഏതെങ്കിലും മഠത്തിൽ ചേർത്തണം. അവൾ ഒരു പുണ്യാളത്തി. നമ്മൾ പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാ ഇവിടെ നിന്നും തുള്ളിച്ചാടിപ്പോയത്. രാജി പോയ വഴിയെ നോക്കി പ്രിയദർശൻ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി എന്താടാ മോനെ നമ്മൾ ചെയ്യുക? നിന്റെ ഭാര്യയുടെ ഇന്നത്തെ പെരുമാറ്റത്തിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. അവൾ ആള് സ്ട്രോങ് ആണ്. നീ അവളെ ചതിച്ചു എന്ന് അറിഞ്ഞിട്ടും അവൾക്കൊരു കുലുക്കവുമില്ല. അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ നടക്കണമെങ്കിൽ അവളെ നമ്മുടെ വരുതിയിലേക്ക് കൊണ്ടുവരണം. അനുനയിപ്പിച്ചു കൊണ്ടുവരാൻ നോക്കിയാൽ നടക്കില്ല. ഭീഷണിപ്പെടുത്തി തന്നെ നമ്മുടെ കൂടെ നിർത്തണം. എന്നാലേ ആ കുടുംബത്തിൽ കയറി നമുക്ക് കളിക്കാൻ പറ്റൂ. അതിന് എന്തു തന്നെ പറഞ്ഞിട്ടായാലും അവളുടെ വായിൽ നിന്നും ഇപ്പോൾ സത്യങ്ങൾ ഗോപാലകൃഷ്ണനോ അയാളുടെ കുടുംബമോ അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രിയദർശൻ മഹാദേവനെ ഉപദേശിച്ചു. അവർ എന്തൊക്കെയോ പറഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചു തീരുമാനിച്ചതിന് ശേഷം കാന്തിയെ പൂട്ടിയിട്ടിരിക്കുന്ന ആ മുറിയിലേക്ക് ചെന്നു. ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടതും അത്രയും സമയം കരഞ്ഞുകൊണ്ടിരുന്ന കാന്തി കണ്ണീര് തുടച്ച് ഗൗരവത്തോടെ നിന്നു. ഡോറ് തുറന്നു വരുന്ന മഹാദേവനെയും പ്രിയദർശനെയും കണ്ടപ്പോൾ അവളുടെ കണ്ണിലെ തീ ആളിക്കത്തി. അവൾ കൂർപ്പിച്ച് അവരെ നോക്കി. ഞങ്ങളെ ഇത്രയും ബലം പിടിച്ചു നോക്കിയിട്ട് നിന്റെ കഴുത്തിലെ ഞരമ്പുകളൊന്നും വെറുതെ പൊട്ടിക്കണ്ട മോളെ. ഈ കൂട്ടിലകപ്പെട്ട പക്ഷിയാണ് കുഞ്ഞേ. ഇവിടെ കിടന്ന് വെറുതെ ചിറകടിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിനക്കും നിന്റെ കുടുംബത്തിനും നഷ്ടം മാത്രമേ ഉണ്ടാവൂ. ഇനിയെങ്ങാനും നീ ഞങ്ങളെ പറ്റി നിന്റെ വീട്ടിൽ അറിയിച്ചാൽ ആ നിമിഷം നിന്റെ വീടുണ്ടല്ലോ, അത് നിന്ന് കത്തും. ആ വീട്ടിലുള്ളവരെല്ലാം പച്ചയ്ക്ക് നിന്ന് കത്തും. അടുത്ത ആഴ്ച അടുക്കള കാണുന്ന ഒരു ചടങ്ങുണ്ട്. അതിനിങ്ങോട്ട് വരുമ്പോഴല്ലാതെ നിന്റെ വീട്ടുകാർ ഒന്നും അറിയാൻ പാടില്ല. പ്രിയദർശൻ അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. എന്നെ അങ്ങനെ ഭീഷണിപ്പെടുത്താമെന്ന് കരുതണ്ട. എന്നെയും എന്റെ കുടുംബത്തെയും ചതിച്ചതിന് നിയമപരമായി തന്നെ ഞാൻ നിങ്ങളെ നേരിടും, അവൾ ഉറച്ച സ്വരത്തിൽ മഹാദേവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിന് നീയും നിന്റെ കുടുംബവും ജീവിച്ചിരുന്നാലല്ലേ? നിനക്ക് ഓർമ്മയുണ്ടല്ലോ മോളെ, നിന്റെ വീട്ടിലെ കാറ് പാതിരാത്രിക്ക് നിന്ന് കത്തിയത്? കല്യാണത്തിന്റെ തലേ ദിവസം വന്ന വിനീത് എന്ന കല്യാണ പയ്യന് ആക്സിഡന്റ് പറ്റിയത്? ഇതൊന്നും യാദൃശികമായി നടന്നതല്ല. എല്ലാം എന്റെയും എന്റെ മക്കളുടെയും പ്ലാനിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയദർശൻ തന്റെ ഫോൺ എടുത്ത് അതിലെ ഒരു ലൈവ് വീഡിയോ കാന്തിക്ക് കാണിച്ചു കൊടുത്തു. ആ ലൈവ് വീഡിയോ കണ്ടതും കാന്തിയുടെ കണ്ണ് തള്ളിപ്പോയി. അവളുടെ വീട്ടിൽ നിന്നുള്ള ലൈവ് ആയിരുന്നു അത്. വീടിനുള്ളിൽ മുഴുവൻ ക്യാമറകൾ വെച്ചിട്ടുണ്ട് അവർ.
സംസാരിക്കുന്നതെല്ലാം ഇങ്ങോട്ട് കേൾക്കുന്നുമുണ്ട്. അതിൽ അവളുടെ അച്ഛൻ, അമ്മ, മുത്തശ്ശി, അനുജത്തി, ആകാശി എന്നിവരെയെല്ലാം കണ്ടപ്പോൾ അവൾക്ക് എന്തോ സങ്കടം തോന്നി. പിന്നെ മോളെ, ബാത്റൂമിനുള്ളിൽ മാത്രം ക്യാമറ വെച്ചിട്ടില്ല, ആ ഒരു മര്യാദ ഞാൻ നിങ്ങളുടെ കുടുംബത്തിനോട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രിയദർശൻ ആർത്തു ചിരിച്ചു. പ്രിയദർശന്റെ വാക്കുകൾ കേട്ടതും അവൾ തനിയെ താഴെ ഇരുന്നു പോയി. അപ്പോഴും കാന്തിയെ നോക്കി മഹാദേവൻ ആ മുറിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ അവളോട് എന്തോ പറയാൻ വെമ്പിയെങ്കിലും അവൻ ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിന്നു. അവളാണെങ്കിൽ കത്തുന്ന കണ്ണുകളോടെ അവനെ ചുട്ടരിക്കും പോലെ തീക്ഷ്ണമായി അവനെ തന്നെ നോക്കി നിന്നു. അവന്റെ പുറകിലായി അവളെ നോക്കി നിൽക്കുന്ന വേണിയെ കണ്ടപ്പോൾ കാന്തിയുടെ മനസ്സിൽ പക ആളിക്കത്തി.